പ്രിയ പ്രേക്ഷകരെ, ദുരന്തർ പാർട്ട് 2 സിനിമ കണ്ടു. ഞാനും കുടുംബമായിട്ടാണ് സിനിമയ്ക്ക് പോയത്. പതിവ് പോലെ ഞാനും ഭാര്യയും മകനും. മോന് ഒരു 8 മാസമായപ്പോൾ മുതൽ സിനിമയ്ക്ക് പോകാറുണ്ട്. ഞാൻ മുൻപും പല ബ്ലോഗിലും പറഞ്ഞിട്ടുള്ളതാണ്. അവനിപ്പോൾ വയസ്സ് 14 ഇപ്പോഴും ഞങ്ങൾ ആ യാത്ര തുടരുകയാണ്. ഇന്ന് സിനിമയ്ക്ക് പോയി 2 സിനിമയാണ് കണ്ടത്. ഇതിൽ ആദ്യം കണ്ട സിനിമയാണ് ദുരന്തർ പാർട്ട് 1. നേരത്തെ ഇറങ്ങി 2025 ഇറങ്ങി വമ്പം വിജയം നേടി 1300 കോടി രൂപ കളക്ട് ചെയ്ത സിനിമയാണ്. അപ്പം ഞാനിനി പാർട്ട് 1നെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയേണ്ടതില്ല. നിങ്ങൾക്ക് പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാം തന്നെ കൃത്യമായിട്ടും അറിയാവുന്ന കാര്യം തന്നെയാണത്. പാർട്ട് 1ന്റെ വിജയവും അതിൽ കൂടി വന്നിട്ടുള്ള എഫോർട്ടുമെല്ലാം. അതുകൊണ്ട് തന്നെ പാർട്ട് 2 ഇന്ന് പോയി കണ്ടു. നേരത്തെ പരസ്യം വന്നിട്ടുള്ളത് പാർട്ട് 1നും പാർട്ട് 1 എല്ലാം ഹിന്ദിയിൽ മാത്രം റിലീസ് ചെയ്തിരുന്നു. പാർട്ട് 2നും മലയാളം വേർഷനുണ്ട്, തമിഴ് വേർഷനുണ്ട്, എല്ലാ ലാംഗ്വേജിലും ഉള്ളതായിട്ടാണ് കാണിച്ചത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. മലയാളം വേർഷന്റെ ആവശ്യമില്ല. സാറ്റലൈറ്റ് വരുമ്പോഴത്തേക്കും ഓൺലൈൻ പോകുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല. തിയേറ്ററിൽ മലയാള വേർഷന്റെ ആവശ്യമില്ല. കാരണം മലയാള വേർഷൻ ഇട്ടിട്ട് ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോയിട്ടില്ല. അങ്ങനെ മലയാള വേർഷൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് ഹിന്ദി വേർഷനാണ് കേരളത്തിൽ റിലീസ് ചെയ്തത്. കേരളത്തിലെ A ക്ലാസ് തിയേറ്ററിലാണ് ഈ പടം കൂടുതൽ കളിക്കുന്നത്. പടം ഹിന്ദി വേർഷൻ തന്നെ റിലീസ് ചെയ്തപ്പോഴത്തേക്കും പടം കേരള തിയേറ്റർ നിറഞ്ഞു മറിയുകയാണ്. കാരണം ഞാൻ എന്ത് പറയണമെന്ന് ചോദിച്ചാൽ, എൻ്റെ നാട്ടിലെ കാളീശ്വരി സരസ്വതി തിയേറ്ററിലാണ് ഞാൻ പോയി സിനിമ കാണുന്നത്. കാട്ടാക്കട. അത് റൂറലാണ്. മീൻസ് സിറ്റി ബേസ് ചെയ്ത് പറഞ്ഞാൽ റൂറലാണ്. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ വഴി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റികളെന്ന് പറയുന്ന സ്ഥലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സിറ്റിയാണ് ഇവിടെ. അത് വേറെ കാര്യം. നമ്മളെ ഇവിടുത്തെ സിറ്റികൾ വലുത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഗ്രാമമാണ്. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ പല സ്റ്റേറ്റ് വഴി യാത്ര ചെയ്യുമ്പോൾ, സ്റ്റേറ്റുകളെന്നും പറയണില്ല, ആ സ്റ്റേറ്റുകൾ വഴി യാത്ര ചെയ്യുമ്പോൾ അവിടെ സിറ്റി എന്ന് പറയുന്ന എല്ലാം തന്നെ കേരളത്തിലെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളുടെ അവസ്ഥയാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ പോലും വലിയ സിറ്റികളാണ് കേരളത്തിന്റെ. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നത്, നമുക്ക് സബ്സിഡി ഒന്നും കേരളത്തിന് അനുവദിച്ച് കിട്ടൂല പെട്ടെന്ന്. ഓൾറെഡി നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം, മണ്ണെണ്ണയൊക്കെ കട്ട് ചെയ്ത് പോയില്ലേ. കാരണം കേരളം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതായത് അത് എങ്ങനെ കണക്കാക്കുന്നു എന്ന് ഞാൻ പ്രേക്ഷകർക്ക് ദുരന്തർ സിനിമയ്ക്കൊപ്പം പറയുകയാണ്. അതായത് എത്ര ഒരു നാട്ടിൽ എത്ര വീടുണ്ട്, ആ വീടെല്ലാം വൈദ്യുതിവൽക്കരിച്ചിട്ടുണ്ടോ? ഒന്ന്. ഇത്രയും വീടുകളിലൊക്കെ ഗ്യാസ് കണക്ഷൻ എത്തിയിട്ടുണ്ടോ? ഇത്രയും വീടുകളിലൊക്കെ തന്നെയും പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ടോ? അതായത് കിണർ വെള്ളം ഉള്ളതും അല്ലാത്ത പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ടോ? ഈ വീടുകളുടെയൊക്കെ ജോലി, പർച്ചേസിങ് കപ്പാസിറ്റി, ഈ വീടുകളൊക്കെ 2 മുറിയിട്ടതാണോ, അതോ 500 സ്ക്വയർ ഫീറ്റ് ആണോ, 1000 ആണോ, 1500 ആണോ, 2000 ആണോ? ഇതൊക്കെ ടെറസാണോ, അതോ പഴയ മോഡൽ വീടാണോ? അപ്പൊ ഇതൊക്കെ വെച്ച് കേരളത്തെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഗവൺമെന്റ് എടുക്കുമ്പോഴത്തേക്കും കേരളത്തിന് യഥാർത്ഥത്തിൽ സബ്സിഡിയുടെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ തന്നെ പറയണത്. കേരളത്തില് 80% ജനങ്ങൾക്ക് ഈ സബ്സിഡിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് അത് ഒഴിവാക്കിയിട്ടുള്ളത്. നമ്മൾ കരയൊന്നും വേണ്ട, കാരണമുണ്ട് അതിന്. ഈ രീതിയിലാണ് നമ്മൾ സ്റ്റഡി എടുക്കുന്നത്. പിന്നെ ആളോഹരി വരുമാനം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിന്റെ ആളോഹരി വരുമാനം കൂടുതലാണ്. ആളോഹരി വരുമാനം കൂടുതലായിട്ട് നമ്മുടെ കൂലിയും കൂടുതലാണ്. അല്ലെ, നിങ്ങൾ നോക്കിയാൽ തിയേറ്ററിന്റെ പേയ്മെന്റ് കൂടുതലാണ്. നമ്മുടെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളുടെയും പേയ്മെന്റ് ഓഫ് ലെവൽ കൂടുതലാണ്. അതായത് ലോകത്തിലെ എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് കൂടുതലുള്ള മികച്ച സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേരളം ആദ്യത്തെ 25-30 വരും. ലോകത്തിലെ എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് ഉള്ള സംസ്ഥാനങ്ങൾ എടുക്കണം, അല്ലാതെ സിറ്റി അല്ല. സിറ്റി എടുത്താണ് നമ്മളെ പറ്റിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല ചെയ്യേണ്ടത്, സംസ്ഥാനങ്ങൾ എടുത്ത് ചെയ്യണം. വേൾഡിൽ ഇപ്പൊ USA ഇത്ര പ്രോവിൻസ് ഉണ്ട്, റഷ്യയിലായാലും ഇത്ര പ്രോവിൻസ് ഉണ്ട്, ഓരോ ചെറിയ രാജ്യങ്ങൾക്കും ഇത്ര പ്രോവിൻസ് ഉണ്ട്. നമുക്ക് മീൻസ് ഡിസ്ട്രിക്റ്റുകളുണ്ട്. നമുക്കും അതുപോലെ സംസ്ഥാനങ്ങളുണ്ട്. സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഈ പ്രൊവിൻസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സംസ്ഥാനങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്തെ 25 സംസ്ഥാനങ്ങൾക്കകത്ത് വരും. ആളോഹരി വരുമാനത്തില്, ജീവിത നിലവാരത്തില്, ഹെൽത്തില്, വീടുകളുടെ സ്ട്രാറ്റജിയില്, അതിനകത്ത് വരുന്ന പർച്ചേസിംഗ് ലെവലില്,
എല്ലാ വീടുകളിലും ഇപ്പോൾ 1-2 വണ്ടിയുണ്ട്. എത്ര പാവപ്പെട്ടവന്റെ വീട്ടിലും 2 വണ്ടി മിനിമം ഉണ്ട്, 2 സ്കൂട്ടറെങ്കിലും മിനിമം ഉണ്ട്. അങ്ങനെയുള്ള നാടാണത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഉള്ള ഈ നാട്ടിൽ ഒരിക്കലും ഒരു ഹിന്ദി സിനിമയ്ക്കൊന്നും ഡൈവേർട്ട് വേർഷൻ വേണ്ട. ഹിന്ദി ഓൾറെഡി നമ്മുടെ മലയാളിക്ക് അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവണവരാണ്. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള എനിക്ക് പോലും ഇച്ചിരി നന്നായിട്ട് മനസ്സിലാവണമുണ്ട്. കാരണം എനിക്ക് പറയാൻ അറിയില്ല എങ്കിലും ഹിന്ദി നന്നായിട്ട് നമ്മൾ കേട്ടാൽ മനസ്സിലാവും. ദുരന്തർ പാർട്ട് 1 കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി, പാർട്ട് 2 എനിക്ക് ഹിന്ദിയിൽ കണ്ടപ്പോഴും നന്നായിട്ട് മനസ്സിലായി. പിന്നെ ഇപ്പൊ എല്ലാവരും നമ്മുടെ പ്രേക്ഷകരൊക്കെ നല്ല കോരിത്തരിച്ചാണ് പാർട്ട് 2 തിയേറ്ററിൽ കണ്ടിരുന്നതെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ കോരിത്തരിച്ചു. ഞാൻ കണ്ടത് 4K അറ്റ്മോസ്ഫിയർ ഉള്ള, ഡോൾബി അറ്റ്മോസ്ഫിയർ 4K സ്ക്രീൻ പ്രസന്റ് ഉള്ള, ഡോൾബി അറ്റ്മോസ്ഫിയർ ഉള്ള സറൗണ്ട് തിയേറ്ററിൽ നിന്നാണ് സിനിമ കണ്ടത്. കാട്ടാക്കട കാളിസ്റ്റ് നല്ല തിയേറ്ററാണ് ആ കാര്യത്തിൽ. റേറ്റ് ഓഫ് ലെവൽ സൂട്ടബിൾ ആണ്. 180 റുപ്പീസ് ആണ് നോർമൽ, ബാക്കിൽ നിന്ന് 400. ഇതാണ് അതിന്റെ റേറ്റ്. അത് അവർ വാങ്ങണതിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു അഭിപ്രായമില്ല. കാരണം ആ നല്ല തിയേറ്ററിൽ നല്ല റേറ്റ് വാങ്ങേണ്ടി വരും. അപ്പോൾ ആ തിയേറ്ററിൽ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഏറ്റവും ഫ്രണ്ട് സീറ്റ് വരെ ഫുള്ളാണ്. മനസ്സിലാക്കേണ്ടതാണ് പ്രേക്ഷകർ, 4 മണിക്കൂറുള്ള സിനിമ ഫ്രണ്ട് സീറ്റ് വരെ ഫുള്ളാണ്. ഈ തിയേറ്റർ ഹിന്ദി വന്നതുകൊണ്ട് മാത്രമാണ് ഫുള്ളായത്. ഗ്രാമമാണെന്നാണ് ഞാൻ പറഞ്ഞത്, സിറ്റിയല്ല. സിറ്റിയിൽ ഈ പറയുന്ന പ്രീമിയർ ഷോകൾ കളിച്ചുകൊണ്ട് വലിയ റേറ്റ് വാങ്ങിയാണ് കളിക്കുന്നത്. അപ്പൊ ഈ വലിയ റേറ്റ് വാങ്ങി കളിക്കുന്ന സിറ്റിയിലുള്ള തിയേറ്ററുകളിൽ കുറെ ആൾക്കാർ കയറി പടം വിജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥത്തിൽ വിജയമല്ല ഒരു സിനിമയും. കാരണം എന്ന് പറഞ്ഞാൽ അതൊരുപാട് പ്രേക്ഷകർ കാണുന്നില്ല. 1 ലക്ഷം പേരെ 1000 രൂപ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 100 കോടി രൂപയായി. പക്ഷെ അത് സിറ്റിയിലാണെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിലോട്ട് വരുമ്പോൾ അത് 150 രൂപ ടിക്കറ്റായി. തമിഴ്നാടോ ആന്ധ്രയോ കർണാടകയിലൊക്കെ പോയാൽ 100 രൂപയ്ക്ക് താഴെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പ്രേക്ഷകർ കൂടുതൽ കാണുന്ന ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. കളക്ഷൻ കൊണ്ട് മാത്രം വിജയിക്കുന്ന ഒരു ചിത്രം വിജയമല്ല. ഇപ്പൊ പ്രേക്ഷകർ ധാരാളം ഗ്രാമങ്ങളിൽ പോലും ഹിന്ദി വേർഷൻ ഇട്ടപ്പോ ഹിന്ദി നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല എങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഹിന്ദിയല്ല, ഒരു ലാംഗ്വേജും അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല. അടിച്ചേൽപ്പിക്കപ്പെടാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല. ഏത് ലാംഗ്വേജ്, ഏത് സിനിമ എല്ലാവരും കാണും. സിനിമ മാത്രമല്ല, എന്തും അക്സെപ്റ്റ് ചെയ്യും. അതാണ് ഈ ദുരന്തർ സിനിമയുടെ ഇപ്പോഴത്തെ വിജയം. നിങ്ങൾ ഹിന്ദിയൊക്കെ അടിച്ചേൽപ്പിക്കാൻ പോയില്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു? കാര്യമില്ല. എന്നിട്ട് ഹിന്ദി വേർഷനാണ് നമ്മൾ മലയാളി സ്വീകരിച്ചിരിക്കുന്നത്. ഹിന്ദി ആയിട്ടാണ് ഞങ്ങളൊക്കെ ഹിന്ദിയിൽ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്കൊരിക്കലും ഡബ്ഡ് വേർഷൻ താല്പര്യപ്പെടില്ല. എനിക്കൊന്നുമല്ല, അത്ര നോളജാണ് നമ്മളെ ജനം. കാരണം ഒരാൾക്കും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഡബ്ഡ് വേർഷന് ലിപ്പും എന്താണോ ഒരു ഡയറക്ടർ ഫീൽ ചെയ്യിച്ചെടുക്കുന്നതും എല്ലാം മാറിപ്പോവും. ആ കഥാപാത്രമേ ഉടഞ്ഞു. പകരം അതാത് ലാംഗ്വേജിൽ കാണുമ്പോൾ ഒരു നേട്ടം എന്ന് പറയുന്നത് അവർ ആ ഫീൽ അത്രയും കറക്റ്റായിട്ട് കയറി വരും. അപ്പൊ അതുകൊണ്ടാണ് ഹിന്ദിക്ക് ഇത്രയും ഹിന്ദി നോക്കിയാൽ നിങ്ങൾ ഹൗസ്ഫുള്ളാണ്. രാത്രി 12 മണിക്ക് വരെ ഷോ കളിക്കുകയാണ് നമ്മുടെ ഗ്രാമത്തില് ദുരന്തർ 2. അപ്പൊ നിങ്ങൾ ആലോചിക്കുക പടത്തിന്റെ വിജയം. അപ്പൊ ഈ രീതിയിലായിരിക്കണം. ഒന്നും നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട കാര്യമില്ല. ഞാനത് ഈ കേരളത്തിന്റെ ഡെവലപ്മെന്റിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും നമുക്കൊരു ലാംഗ്വേജിന്റെ ആവശ്യമില്ല. നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഇവിടെ അന്തസ്സായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോഴുള്ള തലമുറയുടെ കുട്ടികൾക്ക്, ഞങ്ങളെ ഒരു പ്രായത്തിലുള്ള തലമുറകൾക്കൊക്കെ അത്യാവശ്യം ഹിന്ദി പറയാനൊന്നും അത്ര അറിയില്ലെങ്കിലും നന്നായിട്ട് മനസ്സിലാവും. ഞങ്ങൾ ഭായിമാരെയൊക്കെ നല്ല സന്തോഷത്തോടെ തന്നെയാണ് നാട്ടിൽ വെൽക്കം ചെയ്യണത്. ഞങ്ങൾക്ക് ഒരു വേർതിരിവില്ല അവിടെ. ഞങ്ങൾക്ക് ഹിന്ദിക്കാരനും ഒരുപോലെ തന്നെയാണ്. പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞവരും ഒരുപോലെ തന്നെയാണ്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞവരും ആസാമി എന്ന് പറഞ്ഞവരും ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞവരും ജാർഖണ്ഡി എന്ന് പറഞ്ഞവരൊക്കെ ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നിങ്ങൾക്ക് ഒരുപോലെ അല്ലാത്ത തോന്നുന്നു നോക്കിയാൽ അത് ഞങ്ങളുടെ കുറ്റമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഹിന്ദി ആരും തള്ളിവിടണ്ട. ഞങ്ങൾ നല്ല നോളജാണ്. ഞങ്ങൾ നല്ല നോളജ് എന്ന് പറയുന്നത് ഹിന്ദി നന്നായിട്ട് പറയുമെന്നല്ല, ഞങ്ങൾക്കത് ഓക്കെയാണ്. ഞങ്ങൾക്ക് ഹിന്ദിയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ദുരന്തർ സിനിമ നോക്കിയാൽ ഹിന്ദി വേർഷൻ ഉള്ളിടത്താണ് ഫുള്ളായിട്ട് ഓടുന്നത്. ഹൗസ്ഫുള്ളാണ്. ചെറിയ ഫുള്ളല്ല, ഹൗസ്ഫുള്ള്. കേരളത്തിൽ നിന്ന് ഈ പടം ഇങ്ങനെ പേര് ഒരു 15-20 കോടി അടിച്ചുകൊണ്ടേ പോകുന്നു. അപ്പോൾ ഇനി സിനിമയിലേക്ക് വരാം. ഞാനിത് നമ്മുടെ കേരളത്തിന്റെ ഇന്ന് കണ്ട സിനിമയുടെ കാഴ്ചപ്പാടും തിയേറ്ററിന് പ്രസന്റ് പറഞ്ഞാണ്. പിന്നെ തിയേറ്റർ ആണെങ്കിൽ ഓരോ മനുഷ്യനാണെങ്കില്ല അത്രയ്ക്ക് ത്രില്ലായിരുന്നു സിനിമ. 229 മിനിറ്റും 90 സെക്കൻഡോണ് ഈ പടത്തിന്റെ ദൈർഘ്യം. നോക്കിക്കേ, നമ്മൾ 2 സിനിമ കാണുന്ന ദൈർഘ്യം. 1 സെക്കൻഡ് പോലും പ്രേക്ഷകൻ
അനങ്ങളില്ല, ത്രില്ലടിച്ചിരിക്കുകയാണ് എല്ലാവരും. ഒരാളും ഒരു ലാഗുമില്ല, ഒരു കുറ്റവും പറയണില്ല. നല്ല ത്രില്ലിങ് മൂവിയായിരുന്നു. അത്ര ത്രില്ല് രീതിയിലാണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ആ ലെവലിലോട്ട് കൊണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഹിന്ദി വേർഷൻ കണ്ട മലയാളിയുടെ ഗ്രാമത്തിലുള്ള മലയാളികളുടെ കാര്യമാണ് ഞാൻ പറയണത്. ഗ്രാമത്തില് നിങ്ങൾക്ക് ഗ്രാമം, സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് ഗ്രാമം വലിയ, പക്ഷെ അതേസമയം പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ സിറ്റി ജീവിക്കുന്നവർക്ക് ഇത് ഗ്രാമമല്ല, സിറ്റി തന്നെയാണ്. അങ്ങനെയുള്ള തിയേറ്റർ, അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കണ്ട പടത്തിലെ പ്രസന്റ് കാര്യം ഞാൻ പറയണം, വളരെ അമേസിങ് ലെവലായിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും പ്രേക്ഷകരുടെ പ്രതികരണം ഉണ്ടായത് 2-3 സീനിലാണ്. ആ സീന് ഞാൻ ബാക്കിൽ നിന്ന് വരുമ്പോൾ പറയാം. അത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് തോന്നേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് പലതും വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്, വൈറ്റ് വാഷ് ചെയ്യാൻ. നമ്മൾ അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ടും ജർമ്മനിയുടെ പാർലമെന്റിൽ ഇരുന്നുകൊണ്ടും പിന്നെ നമ്മുടെ പിന്നെ ഗൾഫ് രാജ്യങ്ങളുടെ പാർലമെന്റിൽ ഇരുന്നുകൊണ്ടും നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ മാത്രം കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് വരും. അത് പ്രേക്ഷകര്, അത് ജനം തിരിച്ചറിയണമെന്നാണ് പറഞ്ഞത്. അത്തരം സീനുകൾ വന്നപ്പോഴൊക്കെ കുറച്ച് പ്രേക്ഷകര് വയലന്റ് ആവണ ഞാൻ കണ്ടു. വയലന്റ് എന്ന് പറഞ്ഞാൽ അവരെ വിളിയും കൂക്കുവിളിയും തമാശയൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത് അവര് പോസിറ്റീവ് അല്ല നെഗറ്റീവ് പറയണേണെന്ന്. അതായത് ഒന്ന് പടച്ചു വിടണം, വിട്ടു കഴിഞ്ഞാൽ അത് ഗുണമല്ല ദോഷമായിട്ട് ഭാവിക്കും. ദുരന്തർ സിനിമയില് പ്രേക്ഷകർ 2-3 സീനിൽ നന്നായിട്ട് പ്രതികരിക്കണം ഞാൻ കണ്ടു. ഹിന്ദി അറിഞ്ഞുകൂടാത്തോണ്ടല്ലോ, ഹിന്ദി അറിഞ്ഞുകൂടാത്തോണ്ടാണോ പ്രേക്ഷകരുടെ ഞാൻ പറയണ അതാണ്. ഹിന്ദി അറിഞ്ഞുകൂടാത്തോണ്ടാണോ അവരങ്ങനെ പ്രതികരിച്ചത്? ഹിന്ദി അപ്പോൾ അവർക്ക് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. കുറച്ചുപേര് ഉള്ളിലൊതുക്കിയിരിക്കുന്നു, കുറച്ചുപേര് നന്നായിട്ട് പ്രതികരിക്കുന്നു. അതാണ് നമ്മുടെ കേരളം. അവർ പ്രതികരിച്ചു. അപ്പോ ഇത് ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസം നേടുകയും പല കാര്യങ്ങളിൽ നിന്നും മാറ്റങ്ങൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ പ്രതികരണങ്ങൾ ഉണ്ടാവും. ആ പ്രതികരണം ഉണ്ടാവുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ട് ഇങ്ങോട്ട് തള്ളി ഈ സിനിമ ഇങ്ങനെ വിട്ടത്, അത് പിൽക്കാലത്ത് നെഗറ്റീവായി മാറും. പല ലോകം അങ്ങനെ ഭരിച്ചവരുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിൽക്കാലത്ത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു, അവരുടെ എല്ലാം തകർക്കപ്പെട്ടു പോകും. അത് ആ ഫീലിംഗ് ഞാൻ ഈ തിയേറ്ററിൽ ഈ സിനിമ കണ്ടു. അതാണ് ഹിന്ദി സിനിമയുടെ വേർഷൻ വന്നപ്പോൾ ഒരു ഗുണം. പ്രേക്ഷകർക്ക് അത്യാവശ്യം ലാംഗ്വേജ് അറിയാന്നേ, അങ്ങനെ പഴയ കാലമൊന്നുമല്ല ഇത്. പിള്ളേരൊക്കെ ബ്രില്യൻ്റ് ആണ്, നല്ല നോളജഡ് ആണ്. ആ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. നോളജഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണത്, നമ്മൾ പറയുന്ന എല്ലാ ലാംഗ്വേജും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, പക്ഷെ അത്യാവശ്യം അറിയാം. പിന്നെ അവർക്ക് കാര്യങ്ങൾ അറിയാം, കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാം. ഇവിടെ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലും ഞാൻ തിയേറ്ററിൽ ഈ ഫീൽ കൊണ്ടു. ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുരന്തർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ഉണ്ടാക്കിയതാണ്. ആ കഥ, ആ പടത്തിന്റെ ഓളം, അതിന്റെ സംവിധാനം, അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ റിയാലിറ്റി ചെയ്യുന്ന രീതിയിലുള്ള മിടുക്ക്, പിന്നെ അതിന്റെ ആർട്ട് ഡയറക്ഷൻ, പിന്നെ ഇതിനെ എല്ലാത്തിനേക്കാളും കോരിത്തരിപ്പിക്കുന്ന മ്യൂസിക്, ഈ മ്യൂസിക്കിനൊപ്പമുള്ള കോസ്റ്റ്യൂം ഡിസൈനിങ്, ഇങ്ങനെ തൊട്ട പിന്നെ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ വർക്കുകൾ, ഇങ്ങനെ ഇതെല്ലാം കൂടെ യോജിച്ചിട്ട് ജനത്തിന്റെ പൾസ് അറിഞ്ഞിട്ടല്ല ഈ പടം ചെയ്തിരിക്കുന്നത്. ജനത്തിന്റെ പൾസ് അറിഞ്ഞിട്ടല്ല, ആർമിക്കാരുടെ പൾസ് അറിഞ്ഞ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ആർമിക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ അധികാരത്തിൽ, ഞാൻ വന്നൊരു പൊസിഷനിൽ ഇരുന്നിട്ട് എന്റെ നോളജ് ഇല്ലായ്മ കൊണ്ട് ഞാൻ ആർമിക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ കാരണം അവർക്ക് തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല. നമ്മളെ റൂൾ അതാണ്. അപ്പൊ തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റാത്തതിനിടയിൽ നിന്നിട്ട് ഇവര് പ്രവർത്തിക്കുന്ന ഒരു ലെവലുണ്ട്. ആ പ്രഷർ എല്ലാം ഈ സിനിമയിൽ അങ്ങോളം ഇങ്ങോളം കാണാം. നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ജവാന്മാരെയൊക്കെ നമ്മൾ വണങ്ങി തന്നെ ആവണം. എല്ലാ രാജ്യത്തെയും, എല്ലാവരും അവരവരുടെ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ തന്നെയും മറ്റ് നെഗറ്റീവൊന്നും ഇല്ലാതെ നമ്മുടെ ജവാന്മാർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ജവാന്മാരാണ്. എൻ്റെ കണക്കൂട്ടലിൽ 98%, 2% മോശം കാണുള്ളൂ. 98% ജവാന്മാരും ഇന്ത്യയിൽ, ഭാരതത്തിലെ ജവാന്മാരെല്ലാം തന്നെ എനിക്ക് ഉറപ്പുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യണവരാണ്. 15-20 വർഷം സർവീസിലിരിക്കുകയും പിന്നെ ടോപ്പിലോട്ടുള്ളവർ കുറച്ചു കാലം കൂടെ കൂട്ടിക്കിട്ട് അവരെ സർവീസ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ട്. ആ ജവാന്മാരുടെ ജീവിതമാണ്
പല സ്ഥലത്തൂടെ സിനിമ കാണിച്ചു പോകുന്നത്. അതിനിടയിൽ ചില തള്ളിക്കയറ്റുകൾ ഉണ്ടാവും. ഈ തള്ളിക്കയറ്റുകൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. പക്ഷേ ജവാന്മാർക്ക് ഈ സിനിമ ഒരു വലിയ വിജയം തന്നെയാണ്. ജവാന്മാരുടെ ജീവിതം, അതിലുള്ളവരുടെ പാഷൻ, അതായത് വർക്കിലോട്ട് ഇറങ്ങുമ്പോഴുള്ള പാഷൻ, ആ പാഷന് വേണ്ടി അവർ പ്രവർത്തിക്കുന്ന രീതി, അവിടെ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ കൂടി, തിയേറ്ററിൽ അതൊരു നടന്മാരിൽ കൂടി, സ്ക്രിപ്റ്റിൽ കൂടി അതിൻ്റെ എല്ലാ ഫോർമാറ്റും ഒരുമിച്ച് വരികയും അത് സ്ക്രീനിലോട്ട് ആവിർഭവിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രേക്ഷകനുണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് ദുരന്തർ പാർട്ട് 1 അതിനേക്കാളും ബെറ്ററായിട്ട് പാർട്ട് 2 തന്നിരിക്കുന്നത്. ഇതിനിടയിൽ എന്തൊക്കെ തള്ളിക്കയറ്റിയിട്ടുണ്ടോ അതെല്ലാം പ്രേക്ഷകർ തിരിച്ചറിയുന്നുണ്ട്. അതെല്ലാം നാളെ ദോഷമായിട്ട് മാറും. ഈ സാഹചര്യത്തിൽ ഞാൻ നമ്മുടെ ജവാന്മാർക്ക് എല്ലാവർക്കും എൻ്റെ സല്യൂട്ട് അറിയിക്കുകയാണ്. കാരണം അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ലോകത്ത് അറിയിക്കാൻ ഒരു വഴിയുമില്ല. ആകെ ഈ സിനിമ ഒക്കെ ഇങ്ങനെ വരുമ്പോഴേ ഉള്ളൂ. അവർ ചെയ്യുന്ന ത്യാഗങ്ങളും അവർ ചെയ്യുന്ന റിസ്ക്കും അവരെ വച്ച് മുതലെടുക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ കരാള ഹസ്തങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ ഞെരിഞ്ഞമർന്നു പോണ ഒരു സാഹചര്യവും ഇതൊക്കെ ജവാന്മാർക്ക് അറിയാം. അത് പിന്നീട് അവർ റിട്ടയർമെന്റ് ആയി വന്നാൽ പോലും ഒരു മീഡിയ വഴിയൊന്നും അവർക്ക് പറയാൻ പറ്റൂല. ഒരു ബുക്ക് എഴുതാൻ പറ്റൂല. ബുക്ക് എഴുതാനോ എന്ത് ചെയ്യണമെങ്കിലും പെർമിഷൻ വേണം. അതിൽ തന്നെ ഇവർ യാഥാർത്ഥ്യം എഴുതി കഴിഞ്ഞാൽ അതാത് ഗവൺമെന്റിന്റെ സൗകര്യത്തിനനുസരിച്ച് അത് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാകണമെന്ന് വെച്ചാൽ പിടിച്ചകത്തിടും, രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞു. കാരണം അങ്ങനെയാണ് അതിന്റെ നിയമവശങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ള ജവാന്മാരുടെ ധീരസ്മരണയ്ക്ക് മുൻപിൽ അതിന് കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്നത് കൊണ്ടും ചിലരുടെ മാർക്കറ്റിംഗ് കുതന്ത്രങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നതുകൊണ്ട് ഡയറക്ടർ കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് വിജയിപ്പിച്ച് കൊണ്ടുവന്നത് കൊണ്ടും ഈ സിനിമ 2000 കോടി ക്ലബ്ബ് കടന്ന് മറിയണം. 2500 കോടി കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം ഇതാകണം. 2000 കോടി എന്തായാലും പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നത്. ഇനി അത് 2000 കോടി പിടിക്കുന്നില്ലെങ്കിൽ ഈ സിനിമ നമ്മുടെ നിലവിലുള്ള പ്രസന്റ് ലൈഫിന് എതിരായിട്ട് വരുന്നത് കൊണ്ട് അതിന്റെ മാർക്കറ്റിംഗ് അവർ കട്ട് ചെയ്താൽ മാത്രമേ 2000 കോടി പിടിക്കാതിരിക്കുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ചിലർ ഇതിന്റെ ചില നടക്കാൻ പോണ കാര്യങ്ങൾ പറയുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ അവർ സ്റ്റഡി ചെയ്യും. ഞാനിത് യൂട്യൂബിലോ എല്ലാത്തിലും അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ ഈ പറയുന്ന ബ്ലോഗ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, പിന്നെ ഹാക്ക് ചെയ്യണമുണ്ടാവും, എടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഇവർ പിന്നെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണോ അത് ഡ്രോബാക്ക് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നില്ല ഈ പടം ഞാൻ ഉറപ്പ് പറയുന്നു, ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ പടത്തിന്റെ ഒരു ക്വാളിറ്റി ലെവലും ഈ പടം മേക്ക് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ചും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറും. കാരണം ഇത് 250 to 500 കോടി രൂപയാണ്, 450 കോടി രൂപയാണ് ഇതിന്റെ 2 പാർട്ടിനും കൂടെ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന രീതി, യാഥാർത്ഥ്യബോധവും പിന്നെ കുറെ തള്ളും കൂടെ ചേർന്നിട്ട് പ്രേക്ഷകന്റെ മുമ്പിൽ അത് പൾസായിട്ട് എത്തിയപ്പോൾ ആ സിനിമ ഹെവി ഗ്രോത്തിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ എത്തപ്പെടും. ഇത് അവരുദ്ദേശിക്കണം. ചില വിഷയങ്ങൾ പ്രേക്ഷകരെ മുമ്പ് അവതരിപ്പിച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ വൈറ്റ് വാഷ് ചെയ്യണത് പ്രേക്ഷകരെ മുമ്പ് നെഗറ്റീവായി കൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായം കേട്ടിട്ട് ചിലപ്പോൾ ഈ പടം മെല്ലെ മെല്ലെ നമ്മുടെ തിയേറ്ററുകളിൽ നിന്നൊക്കെ വളരെ വേഗം പോകാനും സാധ്യതയുണ്ട്. ഇനി പാർട്ട് 3 ചിലപ്പോൾ ചെയ്യിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് സിനിമ പറയണത്. പ്രേക്ഷകർ അത്രയും മനസ്സിലാവുന്നുണ്ടോ തന്നെയാണ് ഞാൻ ഈ അറിയിക്കുന്നത്. അങ്ങനെയുള്ളൊരു ചിത്രമാണ് ദുരന്തർ കേട്ടോ. വളരെ നല്ല സിനിമ. തുടക്കം മുതൽ പടത്തിന്റെ ഒരു കഥയും ഞാൻ പറയില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. അത് കുടുംബമായിട്ട് പോകണം, നിങ്ങളെ കുട്ടികളെ കാണിക്കണം, പ്രായമുള്ളവർ പോകണം. അങ്ങനെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. സിനിമ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. ഈ മനസ്സിലാക്കാനുണ്ടെന്ന് പറയുന്നത് ഈ സിനിമ പറയുന്നതെല്ലാം ഈ 20 വർഷത്തിന് താഴെയുള്ള ഇന്ത്യയുടെ കഥയാണ്. 20 വർഷത്തിന് താഴെയുള്ള 20 ഇല്ല. ഈ സിനിമ പോണ പാർട്ട് 1 പാർട്ട് 2 ഇന്ത്യയുടെ ഹിസ്റ്ററിയിലോട്ട് ഈ സിനിമ പോകുന്നേ ഇല്ല. ഇപ്പോൾ നടക്കണ 10, 16, 20 വർഷത്തിനകത്ത് നടക്കുന്ന പ്രസന്റ് ലൈഫാണ് സിനിമ പറയണത്. ഇന്ത്യയുടെ യഥാർത്ഥ ലൈഫിലോട്ട് ഈ സിനിമ പോകുന്നില്ല. അത് പ്രേക്ഷകർ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഫീലൊക്കെ ഞാൻ തിയേറ്റർ മനസ്സിലാക്കി. ചില അന്ധന്മാരെ കുറിച്ചല്ല പറയണത്. ഒരു 10-25% ജനം അന്ധരാണ്. അവരവർ വിശ്വസിക്കുന്നത് എന്താണ്, അതിൽ അന്ധരാണ്.
അവരെ കുറിച്ചല്ല, അല്ലാത്ത മനുഷ്യരുടെ മുൻപിൽ ഈ പടം ഒരു തുറന്ന പുസ്തകമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ പടം ഇത്തരം രീതിയിൽ സിനിമകൾ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്തപ്പെട്ട് നമ്മൾ അതിന്റെ അടിയിൽ ട്രാപ്ഡ് ആക്കിയിട്ട് നമ്മൾ അതിനകത്തൊരു ഇങ്ങനെ ചെയ്യണതിനെ നമ്മൾ എന്ത് പറയണം, തീവ്രവാദിത്വം തന്നെ തന്നെയാണ് പറയണത്. ഈ തീവ്രവാദം എന്ന് പറയുന്നത് തോക്കെടുത്ത് വെടിവെക്കണോ മാത്രമല്ല, മെന്റലി നമ്മളെ മാറ്റിയെടുക്കുന്നത് ഒരു തരം തീവ്രവാദിത്വമാണ്. ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി അയാൾ ടെക്നിക്കലായിട്ട് നമ്മളെ പ്രൊപ്പഗണ്ട ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് എന്നെ മാറ്റിയെടുത്താൽ അതും തീവ്രവാദിത്വമാണ്. ഞാൻ അറിയാതെ മാറുകയാണ്. അങ്ങനെ കുറെ ആൾക്കാരെ മാറ്റിയെടുത്താൽ പോലും പോരെ രാജ്യം സ്റ്റക്കായി പോവാൻ. അത്തരം ശ്രമങ്ങളൊക്കെ ഈ പടത്തിൽ കൂടി വന്നപ്പോഴത്തേക്കും പ്രേക്ഷകർ അറിയുന്നുണ്ട് എന്തുകൊണ്ട് പഴയത് പറയുന്നില്ല, ആ വഴിക്കേ ചിന്തിക്കണില്ല, കുറച്ചുപേരുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെ പ്രേക്ഷകർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ദുരന്തർ പോലുള്ള സിനിമകൾ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ മെല്ലെ മെല്ലെ പ്രേക്ഷകർ കാര്യങ്ങൾ തിരിച്ചറിയും. നമുക്ക് വേണ്ടത് ഒരു സ്വതന്ത്ര രാജ്യവും സ്വതന്ത്രമായി ജീവിക്കുന്ന ചിന്താഗതിയുള്ള ഭരണാധികാരികളൊക്കെയാണ്. ഏതൊക്കെ ഭരണാധികാരികൾ എപ്പോഴൊക്കെ ലിമിറ്റേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ അതൊക്കെ പിൽക്കാലത്ത് തകർന്ന ചരിത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാലും മതി. വെളിയിൽ എന്തിനു പോണത്, നമ്മുടെ ഹിസ്റ്ററിയൊക്കെ എടുത്തു നോക്കിയാൽ മതി. ആരാണ് എല്ലാം തകർന്ന് തരിപ്പണമായി പോയിട്ടേ ഉള്ളൂ. അത് ചരിത്രമാണ്. ആ ചരിത്രം ഇതുപോലുള്ള ദുരന്തർ സിനിമകൾ വരുമ്പോൾ ആവർത്തിക്കപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടക്കൂല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അതിന്റെ ഓപ്പോസിറ്റിലോട്ട് പോകും. അത് പിന്നെ വളരെ എഫേർട്ടായിട്ട് മാറും. ഇതിനുള്ള സാധ്യത ഭയങ്കരം തന്നെയാണ്. ഇത് ഞാൻ പ്രേക്ഷകർക്ക് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇനി ദുരന്തർ സിനിമയിലോട്ട്. ഈ സിനിമ മുഴുനീളം ഒരു സൂപ്പർ ത്രില്ലർ ഫിലിമാണ് കേട്ടോ. ഇതൊരു ക്രൈം സിനിമയൊന്നുമല്ല. ഇത് നമ്മൾ പ്രേക്ഷകരെല്ലാവരും ചെന്ന് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പൾസ് കൊണ്ട് നമ്മൾ വേറൊരു ലോകത്ത് കൊണ്ടെത്തിക്കും. കാരണം ഇത് ഏത് രാജ്യത്ത് പ്രദർശിപ്പിച്ചാലും അതാത് രാജ്യങ്ങളെ വെച്ച് ചെയ്യും, കഥകൾ ചെയ്യും. ആ കഥകൾ വെച്ച് ചെയ്യുന്ന രീതി വെച്ചിട്ട് ഈ പടം ഭാരതീയരായ ഇന്ത്യക്കാരായ 150 കോടി ജനങ്ങളിൽ ഒരു പടം ഒരു 3.5 കോടിയോ 5 കോടിയോ 6 കോടി പേരെ തിയേറ്ററിൽ നിന്ന് കാണാൻ ചാൻസ് ഉള്ളൂ. ബാക്കി പിന്നെ OTT വരുമ്പോൾ ഒരു 50-60 കോടി പേര് കാണും. ഈ സിനിമ നമ്മളെ വേറൊരു ലെവലിൽ കൊണ്ടെത്തിക്കുക. അത്രയ്ക്ക് ഡീസന്റ് ഫിലിമാണ് ദുരന്തർ. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയണത്. ഇതുകൊണ്ടാണ് ഞാൻ അപകടവും പറയണത്. എത്ര എസ്റ്റാബ്ലിഷ് ആവും, എത്ര എസ്റ്റാബ്ലിഷ് ആയിട്ട് അത് ചില കമ്പനികൾ ചേർന്നിട്ട് അതിനെ ജനങ്ങളുടെ മുമ്പിലോട്ട് ഞങ്ങൾ പറയണതാണ് ശരിയെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കണയൊക്കെ ജനങ്ങൾ ഇത്തിരി ബുദ്ധിയുള്ളവരെല്ലാവരും തിരിച്ച് ചിന്തിക്കും. അത് അപകടം. നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തു നിന്ന് തിരിച്ച് നെഗറ്റീവ് അപകടമാകാനുള്ള സാധ്യത ഭയങ്കരം തന്നെയാണ്. അങ്ങനെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ദുരന്തർ. വളരെ സ്റ്റൈലായിരിക്കുന്നു. ഈ പടത്തിന്റെ മേക്കിംഗ് പറയാൻ ഒരു നിവൃത്തിയില്ല. ഈ പടം ഡയറക്റ്റ് ചെയ്ത ആദിത്യ ധാർ ഒരു രക്ഷയില്ല ഭായി. നിങ്ങളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹിന്ദി സിനിമയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടും. കാരണം ഒരു ഡയറക്ടർ ഇങ്ങനെ അനാവശ്യപരമായ ഒരു സീനും കുത്തിക്കയറ്റാതെ നമ്മളെ കുറെ പെമ്പിള്ളേരെ കാണിച്ചും കുറെ അങ്ങനെ ഇങ്ങനെ കാണിച്ച സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ധാരണയൊക്കെ എടുത്ത് തൂക്കിയെറിഞ്ഞ് ഹിന്ദി ലോകത്തും ഒരു നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് ആ പടം മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആദിത്യ ധാറിന് ഒരു 100ൽ എത്ര സ്റ്റാർ കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100ൽ 100 സ്റ്റാർ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ആദിത്യ ധാറിന് കൊടുക്കേണ്ട സ്റ്റാർ എന്ന് പറയുന്നത് 100ൽ 100ന് പകരം 100ൽ 500 1000 കൊടുക്കാം. അത്ര നല്ല എക്സലന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും പോയിരിക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് 100ൽ 500 സ്റ്റാർ വരെയാണ്. പോട്ടെ 1000 വെച്ചുകൊള്ളു. പിന്നെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ജിയോ സ്റ്റുഡിയോസും. ജിയോയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ആരാണ് ആ സാധനം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 62 സ്റ്റുഡിയോയും പിന്നെ 62 സ്റ്റുഡിയോ ഉണ്ട്. അതൊരു ഫോറിൻ സ്റ്റുഡിയോയുടെ കൊളാബറേഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ ജ്യോതി ദേശ് പാണ്ഡ്യ, ആദിത്യ ധർ, ലോകേഷ് ധർ, ഇവരൊക്കെ ധർമാരാണ്. ഇവരൊക്കെ കൂടെ ചേർന്ന് നിർമ്മിച്ച പടമാണ്. ഈ പടം നിർമ്മിക്കാനെടുത്ത നിങ്ങളെടുത്ത എഫോർട്ടിന് തികഞ്ഞ അഭിനന്ദനങ്ങൾ. പിന്നെ ആക്ടേഴ്സ് രൺവീർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യ അഴിഞ്ഞാടെയാണ് കേട്ടോ. പാർട്ട് 1-ലല്ല, പാർട്ട് 2-ല്. പാർട്ട് 1-ല് എപ്പോഴും നോക്കുമ്പോൾ മാധവൻ തന്നെയാണ് ഒരു പടിക്ക് മുമ്പ് നിൽക്കുന്നത്. പാർട്ട് 2-ല് അങ്ങനെയല്ല. രൺവീർ സിംഗ്
മുന്നിൽ തന്നെയാണ്. തൊട്ടു പുറകെ വരും മാധവനും മറ്റ് ആർട്ടിസ്റ്റുകളും. ഈ പിന്നെ പാർട്ട് 1 നമ്മുടെ വില്ലൻ വളരെയേറെ ടോപ്പിലായിരുന്നു. അങ്ങനെ ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പൊ ഇതിൽ വില്ലനെ എടുത്ത് പറയാൻ പറ്റില്ല, കാരണം എല്ലാ വില്ലന്മാരും കിട്ടില്ല. പടം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോകും. എല്ലാ വില്ലന്മാരും എല്ലാ മെയിൻ വില്ലന്മാരും സബ് വില്ലന്മാരോടെ നിൽക്കണ വെടികൊണ്ട് മരിക്കണവരും തീവ്രവാദികളും പോലീസുകാരും എല്ലാം എന്നാ അഭിനയം. അതാണ് പറഞ്ഞത്, ഡയറക്ഷന്റെ ഒരു കൂമ്പാരം എന്ന് പറയും പടത്തിന്. അത് പടത്തെ നല്ല അഗാധമായിട്ട് ചിന്തിക്കണവർക്ക് മനസ്സിലാവും, കാണുന്നവർക്ക് ഗ്രഹിക്കുന്നവർക്ക്. അല്ലാത്തൊരു സിനിമ കണ്ടിറങ്ങി അങ്ങനെ പല ന്യായവും പറയും. അതിൽ വരുന്ന നമ്മളൊരു മെഷീൻ കണ്ടെടുത്ത് വെച്ചിട്ട് എന്ന് വെടിവെക്കുമ്പോൾ ഉണ്ടാവണം നമുക്ക് ഈ ശരീരത്തിലും എല്ലാം പറഞ്ഞൊരു ഫീലുണ്ട്. ഹെവി ആക്ഷനിലോട്ട് നമ്മൾ രൺവീർ സിംഗ് ഒക്കെ പോകുമ്പോഴും അതുപോലെ തീവ്രവാദികൾ വരുമ്പോഴും അവരുടെ ഫ്രണ്ടിൽ ഒന്നുമില്ല, ഹെവിയാണ്. ബോഡിയെല്ലാം ഒരു ലെവലെത്തും, തീവ്രവാദത്തിന്റെ മുകളിലെത്തും. അതുപോലെ തന്നെ നായകനും എത്തും. ഇവരെല്ലാരും തന്നെ ഒരു വല്ലാത്ത തീവ്രത ലെവലിലെത്തും. അങ്ങനെ ആ തീവ്ര ലെവല് കൃത്യമായിട്ട് ഈ പടത്തില് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അത് ഈ രൺവീർ സിംഗ് മാത്രമല്ലെന്നാണ് ഞാൻ പറയണത്, മാധവനും മാത്രമല്ല. ഞാൻ ഈ പറയുന്ന താഴോട്ടുള്ള കുഞ്ഞ് ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ് പറയണത്. ഈ കുഞ്ഞ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗണ്ണെടുത്ത് വെടിവെക്കണവൻ പോലും എന്താ കറക്ഷൻസ്. ഇവർക്ക് എത്ര മാസം ട്രെയിനിങ് കൊടുത്തെന്ന് എനിക്കറിയില്ല. അത്ര ബ്യൂട്ടി ആയിട്ടാണ് ചെയ്യണത്. ഒരു സിനിമയിൽ ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മേക്ക് ചെയ്ത് പറഞ്ഞ കണ്ടിട്ടില്ല. അത്ര സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ പടത്തിന്റെ ഡയറക്ഷൻ പേരിക്കുന്നത്. അതിൽ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിരിക്കുന്നത് ആത്മാർത്ഥത എന്നല്ല പറയണത്, എന്താ അതിനകത്തൊരു പാഷൻ. അങ്ങനെയാണ് ഈ പടത്തിന്റെ അഭിനേതാക്കൾ ഇരിക്കുന്നത്. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്തിന് പിന്നെ അഡ്രസ് ഇല്ലാതാക്കിയാണ്. സഞ്ജയ് ദത്തിന്റെ അഭിനയം, അർജുൻ, രാബാർ, മാധവൻ, സാറ അർജുൻ, രാകേഷ് ബേദി, ഗൗരവ്, ഖേര, ഡാനിഷ്, പണ്ടോര, ഇങ്ങനെ പോകുന്ന ഒരു നിര. നായികയടക്കം മറ്റെല്ലാവരും, പിന്നെ അതില് പാകിസ്ഥാന്റെ മിനിസ്റ്റേഴ്സായിട്ട് പറഞ്ഞവര്, എന്നാ അഭിനയോ, അയ്യോ രക്ഷയില്ല. ഇതൊക്കെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ സെറ്റിട്ടെടുത്തയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. അല്ല പാകിസ്ഥാനിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ഇല്ല. പാകിസ്ഥാനിലുള്ള കറാച്ചി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യക്കകത്ത് ഏക്കർ കണക്കിന് വസ്തു എവിടെയെങ്കിലും എടുത്തിട്ട് അവിടെ സെറ്റിടുകയാണ് ചെയ്യുന്നത്. ഒന്നേ സ്റ്റുഡിയോക്കകത്ത് കുറെ പുറത്ത് കുറെ അല്ലാതെ എല്ലാം നമ്മുടെ നാട്ടിൽ സെറ്റിട്ടിട്ട് ഇതിനനുസരിച്ച് ആർട്ടിസ്റ്റുകളെല്ലാം റെഡിയാക്കി അതിനനുസരിച്ച് കോസ്റ്റ്യൂം തയ്യാറാക്കി 10,000-കണക്കിന് മനുഷ്യർ ഒരേ സമയം പണിയെടുത്തിട്ട് ഇതെല്ലാം ചെയ്താലും നല്ല ഭാവനയുള്ള ഐഡിയ ഉള്ള ഡയറക്ടർ, ആ ഡയറക്ഷൻ കൂടെ ഒത്തു വന്നപ്പോൾ എടുത്ത ഒരു ലെവലുണ്ടല്ലോ, വേറെ ലെവല് തന്നെയാണ് ഈ പടം. അങ്ങനെ അവർക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളാണ്. കാരണം ഇതിൽ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കറാച്ചിയൊക്കെ സെറ്റിട്ടിരിക്കുന്ന സീനുണ്ടല്ലോ, വേറെ ലെവല്. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി, ഇതിനകത്ത് വരുന്ന ബോംബിന്റെ ഒക്കെ ബ്ലാസ്റ്റിംഗ്, വെടിയുടെ ബ്ലാസ്റ്റിംഗ്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വിഷ്വല് എല്ലാം കൊണ്ടുവന്നിട്ട് പിന്നെ ഗ്രാഫിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്ത ടീമിന്റെ എഡിറ്റിംഗ്, ഇതൊക്കെ പറയാൻ പറ്റൂല. ഇതൊക്കെ കാണുന്നുണ്ട്, ഓരോന്നും എടുത്ത് പറഞ്ഞ ഇങ്ങനെ ഒരുപാടുണ്ട്. ആർട്ട് ഡയറക്ഷൻ, പിന്നെ ഇതിന്റെ മ്യൂസിക്, എൻ്റെ അയ്യോ, സീൻ ബൈ സീനിന് അനുസരിച്ചിട്ടുള്ള ബ്രില്യൻ മ്യൂസിക്. 229 മിനിറ്റ്സ് എന്ന് പറയുന്നത് തിയേറ്ററിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെയാണ്, നമുക്ക് ഒരു സെക്കൻഡ് പോലും കണ്ണടയ്ക്കാൻ തോന്നൂല. ആ ലെവലിലാണ് പടം പോണത്. അത്ര മനോഹര ചിത്രമാണ് കേട്ടോ ദുരന്തർ 2. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളടുത്ത് നേരത്തെ കുറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ പറഞ്ഞതാണ്. പ്രേക്ഷകരെ, നിങ്ങൾ കൃത്യമായിട്ട് ഈ പടം തിയേറ്ററിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് തിയേറ്ററിൽ പോയി കാണണം. ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ വമ്പം വിജയമാകേണ്ടത് നമ്മുടെ ആവശ്യം കൂടെ തന്നെയാണ്. കാരണം യാഥാർത്ഥ്യങ്ങൾ ലോകത്ത് അറിയണം, ജനം ചിന്തിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ചാടിക്കയറി ഒരു യുദ്ധത്തിന് പോവുകയോ മറ്റൊന്നും ഒരു പോസിബിളുള്ള കാര്യങ്ങളല്ല. നമ്മൾ അടിക്കാമെന്നാൽ തിരിച്ചടിക്കണമെന്നേ ഞാൻ ഇപ്പോഴും പറയുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ, പ്രകൃതിയിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. കാരണം നമുക്കൊരു യുദ്ധം, മറ്റു പരിപാടികൾ, അനാവശ്യ പരിപാടികളൊന്നും നല്ലതല്ല. പിന്നെ ആരോ കുറച്ച് പേര് ചേർന്നിരുന്നിട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മളെ വിട്ട് അവരെ അടിമയായിട്ട് ഭരിക്കുന്ന രീതിക്കും അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അതിൻ്റെയൊക്കെ തെളിവാണ് ഈ പടം. അങ്ങനെ ഒരു അവസരമേ ഉണ്ടാക്കരുത്. അങ്ങനെ അവസരം ഉണ്ടാക്കുമ്പോൾ ആരാണ് നശിച്ചു പോണത്? നിങ്ങളുടെ കുട്ടികളുമാണ് നശിക്കുന്നത്. അടുത്ത ജനറേഷന് ഒട്ടും ഫ്രീഡം ഇല്ലാതെയാവും. പഴമയിലോട്ട് തിരിച്ചു പോണ കാട്ടിലോട്ട്.
പഴയ ജമ്മിത്തത്തിലോട്ട് തിരിച്ചു പോകണ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പൊയ്ക്കോളൂ, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങളുടെ കുട്ടികൾ എന്തായിരിക്കും? അടിമയായിരിക്കും, പട്ടിണി കൊണ്ട് ചത്തുപോകും. അനാവശ്യ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ട്രാൻസാക്ഷൻ നീക്കി നിങ്ങളിപ്പോൾ കാണുന്നില്ലേ? ഞാൻ ഇനിയിപ്പോൾ യുദ്ധത്തിലോട്ടൊന്നും പോകില്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലോട്ടൊന്നും പോകില്ല. അങ്ങനെയാണ് സിനിമ, അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ദുരന്തർ സിനിമ ഒരു വിജയമായി, വമ്പൻ വിജയമായി മാറും എന്നുള്ളത് ഒരു വേറെ മാറ്റമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയുള്ളൂ, പ്രേക്ഷകരെ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. വളരെ മനോഹരമായ ചിത്രം. ഇതിൽ അഭിനയിച്ചവർക്കും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും നൊബക് സോളോയുടെ 100-ൽ 500 സ്റ്റാർ, 100/500 സ്റ്റാർ തന്നെ തന്നെയാണ്. ഇവിടെ ഞാൻ ഒരിടത്തും എനിക്കൊരു നെഗറ്റീവ് പറയാനില്ല. തള്ളിക്കേറ്റിരിക്കുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, എന്റെയും കയ്യിലുള്ളതല്ല. എല്ലാവർക്കും തികഞ്ഞ അഭിനന്ദനങ്ങൾ. പ്രേക്ഷകരെ, നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ഒരു മാറ്റവും വരുന്നത് 100% ബ്യൂട്ടിഫുൾ, അമേസിങ്, മാർവലസ് ഫിലിമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് രൺബീർ സിംഗിനും ആദിത്യ ധാറിനും ആ ടീമിലെ എല്ലാവർക്കും തികഞ്ഞ അഭിനന്ദനങ്ങളും, മേക്ക് ഓവർ ചെയ്തിരിക്കുന്നവർക്കും, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നവർക്കും തികഞ്ഞ അഭിനന്ദനങ്ങളും സന്തോഷവും അറിയിച്ചിട്ടുണ്ട്. നോക്കിയ ഹിന്ദി സിനിമ കേരളത്തിലിരുന്ന് ഞാൻ തിരുവനന്തപുരത്തിരുന്ന് വ്ളോഗ് ചെയ്യണം. തികഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ മുന്നേറട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങളും ലോകം മൊത്തം ചെന്നെത്തട്ടെ, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ, എന്നിട്ട് ആ കാശ് നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ഇറങ്ങട്ടെ. അങ്ങനെ ഇന്ത്യ കരുത്താർജിക്കട്ടെ. ഭാരതത്തിലെ എല്ലാ ജനവും, 150 കോടി ജനമുണ്ട്. 150 കോടി ജനത്തിൽ 35 കോടി മുസൽമാന്മാരുണ്ട്, അവരും നമ്മളാണ്. ബാക്കി ഒരു 120 കോടി 110 കോടി ജനങ്ങളോളം ഹിന്ദുസും ആ ഒരു ഹൈന്ദവ വിഭാഗമുണ്ട്. 10-12 കോടി ക്രിസ്ത്യൻസ് ഉണ്ട്. പിന്നെ മതത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരു 10-20 ലക്ഷത്തിന് താഴെയുള്ളൂ ഭാരതത്തിൽ. അങ്ങനെയുള്ള ഈ നമ്മുടെ രാജ്യം, എല്ലാവരും നാനാത്വത്തിൽ ഏകത്വം തന്നെയാണ് നമുക്ക് നിലനിർത്തേണ്ടത്. എങ്ങനെയാണ്? എല്ലാവരും അവരവരുടേതായ വിശ്വാസത്തോടെ ജീവിക്കുകയും, എന്നാൽ നമ്മുടെ ഭാരതത്തിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഭരണഘടനയ്ക്കനുസരിച്ച്, ഭരണഘടന എന്നുള്ള ഓപ്പൺ ഭരണഘടനയാണ്. ആ ഓപ്പൺ ഭരണഘടന ഒരിക്കലും മാറാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ നിന്നുപോയാൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമുക്ക് വില കാണും. പകരം നമ്മളൊരു മതത്തിന്റെ പേരിലോ, ഒരു ജാതിയുടെ പേരിലോ, ഒരു വർഗത്തിന്റെ പേരിലോ, ഒരു വർണ്ണത്തിന്റെ പേരിലോ നിങ്ങൾ എപ്പോ മാറുമോ അപ്പോൾ അപകടം നിങ്ങളെ കാത്തിരിക്കും. വരാൻ പോകുന്നതെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ വൻ ദുരന്തം തന്നെയായിരിക്കും. ദുരന്തം എന്ന് പറഞ്ഞാൽ ശക്തി എന്നും കഴിവുള്ളവരൊന്നാണ് ഹിന്ദിയിൽ അർത്ഥം. പക്ഷെ ഞാൻ പറയണു, മലയാളത്തിലോട്ടത് മാറ്റുമ്പോൾ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത്, അടുത്ത തലമുറയെ കാത്തിരിക്കുന്നത് വമ്പൻ ദുരന്തമായിരിക്കും. വമ്പൻ ദുരന്തം. പട്ടിണി കൊണ്ട് നിങ്ങളെ കുട്ടികളൊക്കെ ചത്തുപോകും. ആ അവസ്ഥയിൽ നാടെത്തപ്പെടും. അങ്ങനെ ലോകരാജ്യങ്ങൾ പലതും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. ബെസ്റ്റ് ദുരന്തർ വരട്ടെ. നമ്മുടെ ധീര ജവാന്മാർക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നവർക്കും അവരെ ഓഫീസേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ജയ് ജവാൻ.